Hi students, welcome to my channel. My name is Prajith. Today we are going to study about the differences between fund flow statement and cash flow statement. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഇന്ന് പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് നോ വാട്ട് ഈസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? The sources from which the funds are raised and the ways in which the funds are utilized are shown in a statement is called fund flow statement. So the sources from which the funds are raised, ഏതൊക്കെ വഴിക്കാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അവർക്ക് വേണ്ടുന്ന ഫണ്ട് റേസ് ചെയ്തത്, ആൻഡ് ദ വേസ് ഇൻ വിച്ച് ദ ഫണ്ട്സ് ആർ യൂട്ടിലൈസ്ഡ്, ഏതൊക്കെ വഴിയിലൂടെയാണ് ആ ഫണ്ടുകൾ ആ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിലേക്ക് ഉപയോഗിച്ചത് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? The sources from which the funds are raised and the ways in which the funds are utilized are shown in a statement is called fund flow statement. ഏതൊക്കെ വഴിയിലൂടെയാണ് ഒരു കമ്പനി അതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ റേസ് ചെയ്തുണ്ടാക്കിയതെന്നും ആ റേസ് ചെയ്ത ഫണ്ടുകൾ ഏതൊക്കെ വഴിയിലൂടെയാണ് ചെലവാക്കിയത് എന്നും കാണിക്കുന്ന, അല്ലെങ്കിൽ കമ്പനിക്ക് ആവശ്യമായ രീതിയിലേക്ക് ഉപയോഗിച്ചത് എന്നും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? The statement which shows inflows and outflows of cash is called cash flow statement. ഒരു സ്ഥാപനത്തിലെ ക്യാഷിൻ്റെ ആക്ച്വൽ വരവിനെയും ക്യാഷിൻ്റെ ആക്ച്വൽ ചെലവിനെ പോക്കിനെയും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഏതൊക്കെ വഴിയിലൂടെയാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ റേസ് ചെയ്തതെന്നും ആ റേസ് ചെയ്ത ഫണ്ട് ഏതൊക്കെ വഴിയിലൂടെയാണ് ചെലവഴിച്ചത് എന്ന് കാണിക്കുമ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോസ് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് ഏതൊക്കെ വഴിയിലൂടെയാണ് പൈസ വന്നത് എന്നും ഏതൊക്കെ വഴിയിലൂടെയാണ് പൈസ പോയത്, അതിൻ്റെ ആക്ച്വൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കിവിടെ നോക്കാമല്ലോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയായിരിക്കും എന്ന്. സോ നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് the differences between fund flow statement and cash flow statement. First point, fund flow statement is based on wider concept of fund, that is working capital. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫണ്ടിന്റെ വിശാലമായ അർത്ഥത്തിലാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിനെ കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നേറോ കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ക്യാഷ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ നേറോ കൺസെപ്റ്റ് ആണ്. അവിടെ ക്യാഷിന്റെ വരവും ക്യാഷിന്റെ പോക്കും മാത്രമാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ഈസ് ഡീലിംഗ് ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് പോയിന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിരിക്കുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വരാനുള്ളതും കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും ഒക്കെ ചേർന്നിട്ടുള്ള അങ്ങനെ വരുന്ന ഫണ്ടിന്റെ കാര്യമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഉണ്ടാവുക. ആക്ച്വൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാഷ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ ബേസിസിന്റെ അകത്ത് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും, അൺഏൺഡ് ഉണ്ടാവും, പ്രീപെയ്ഡ് ഉണ്ടാവും, എല്ലാ കാര്യവും കിട്ടാനുള്ളതും കിട്ടിയതും കൊടുക്കാനുള്ളതും കൊടുത്തതും എല്ലാം വരുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഇറ്റ് വിൽ റെക്കോർഡ് ഓൺലി ദ ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് യഥാർത്ഥത്തിൽ ക്യാഷ് വന്നതും യഥാർത്ഥത്തിലുള്ള ക്യാഷിന്റെ പോയതും കാര്യം മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. തേർഡ് വൺ, in the case of fund flow statement, schedule of changes in working capital is prepared. So in the case of fund flow statement, we have to prepare a schedule called a schedule of changes in working capital to find out increases or decreases in working capital. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒന്നാമത്തെ ഘട്ടമാണ് പ്രിപ്പറേഷൻസ് ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ബട്ട് in the case of cash flow statement, no such schedule of changes in working capital is prepared. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്ന ആവശ്യമേ ഇല്ല, പ്രിപ്പയർ ചെയ്യേണ്ടതേ ഇല്ല. അപ്പോൾ നോക്കുക, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് പ്രിപ്പയർഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, no such schedule of changes in working capital is prepared.
Next one, fourth difference. Fund flow statement is useful for planning for long-term financing. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലാനിങ് ഫോർ ലോങ് ടേം ഫൈനാൻസിങ്. ബിസിനസ്സിലേക്ക് ഫൈനാൻസ് ചെയ്യുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഫൈനാൻസിങ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈസ് മോർ യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടേം അനാലിസിസ് ആൻഡ് ക്യാഷ് പ്ലാനിങ് ഫോർ ദ ബിസിനസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോർട്ട് ടേം ഫൈനാൻസിങ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം അനാലിസിസ് ആൻഡ് ക്യാഷ് പ്ലാനിങ് ഓഫ് ദ ബിസിനസ്. ഹ്രസ്വകാലത്തേക്കുള്ള ചെറിയ കാലഘട്ടങ്ങളിലേക്കുള്ള ക്യാഷ് പ്ലാനിങ്ങിന് വേണ്ടി മാത്രമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഫിഫ്ത്ത് ഡിഫറൻസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിവീൽസ് ദ സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട് ആൻഡ് ദ ഡിഫറൻറ്റ് റെപ്രസെന്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് റിവീൽസ് എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന കാര്യം എന്താണ്? ഇറ്റ് റിവീൽസ് ദ സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് ദ ഡിഫറൻറ്റ് റെപ്രസെന്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ്. ഫണ്ടിന്റെ സോഴ്സസ്, ഉറവിടവും ഫണ്ട് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ദ ഡിഫറൻസ് റെപ്രസെന്റ്, അതിന്റെ ഡിഫറൻസിന് പറയുന്ന പേര് ഇൻക്രീസ് ഓർ ഡിക്രീസസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അത് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ബട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഷോസ് the inflows and outflows of cash, and the balance will be the closing balance of cash in hand. Cash flow statement അത് കാണിക്കുന്നത് inflows and outflows of cash ആണ്. And the balance will be, അതിന്റെ ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ആൻസർ ആയിട്ട് കിട്ടുന്നത് will be the closing balance of cash in hand. Closing balance of cash in hand ആണ്. ആറാമത്തെ ഡിഫറൻസ് പറയുന്നത്, സിക്സ്ത് ഡിഫറൻസ്. Under fund flow statement, the term fund means either working capital or all financial resources. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്ത് ദ ടേം ഫണ്ട് മീൻസ്, ഫണ്ട് എന്ന് പറയുന്നതിനെ കൊണ്ട് അർത്ഥാക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ദ കേസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ബട്ട് അണ്ടർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ദ ടേം ഫണ്ട് റെഫേഴ്സ് ടു ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള ഫണ്ട് എന്ന് പറയുന്നത് ക്യാഷ് മാത്രമാണ്. അവിടെ ക്യാഷ് എന്നുള്ള ഒരു നാരോ കൺസെപ്റ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആൻഡ് ലാസ്റ്റ് ഡിഫറൻസ്, fund flow analysis is a tool of long term financial analysis. ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത് ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അനാലിസിസ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് ഈസ് എ ടൂൾ ഓഫ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. ഇത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ടൂൾസ് ആണ്. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എല്ലാവർക്കും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇറ്റ് ഈസ് എ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഇത് എപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് നോക്കുക, പഠിക്കുക. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്, കമന്റ് ഇറ്റ്, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ.